സന്ദർഭത്തിൽ പാടുവാനായി പ്രത്യേകം എനിക്ക് എഴുതി തന്നത് ബഹുമാനപ്പെട്ട ശ്രീ വൈക്കം രാമചന്ദ്രൻ അവറുകളാണ്. അദ്ദേഹമാണ് നമ്മുടെ പത്മനാഭവും വരപ്രഭുവിന്റെ താഴെയുള്ള ശ്ലോകവും ഗുരുവായൂരപ്പനായി എഴുതി സമർപ്പിച്ചത്. അപ്പോൾ അദ്ദേഹത്തിന്റെ കൂടി അനുവാദത്തോടെ ഞാൻ ഈ കീർത്തനം ശ്രീ ഗുരുവായൂരപ്പന്റെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. നിങ്ങൾക്ക് ഏവർക്കുമായി സമർപ്പിക്കുന്നു. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ. അന്തമില്ലാത്ത നിന്തിരുലീലകൾ സന്തതം ഹരേ പാടി സ്തുതിക്കുവാൻ എന്നും എന്നെ അനുഗ്രഹിച്ചിടലേ ശ്രീ ഗുരുവായൂരപ്പ നമോസ്തുതേ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ അച്യുതാനന്ദ ഗോവിന്ദ മാധവ മഞ്ജുളാനന്ദകാര നമോ നമഃ. ഉണ്ണിക്കണ്ണനു ചാർത്തുവാൻ തൂമലർ കൊണ്ടുപോർത്ത മനോജ്ഞമാല്യവും കൊണ്ടവൾ വന്നു മഞ്ജുള അന്നവൾ എന്തുകൊണ്ടോ കഴിയില്ല ചാർത്തുവാൻ ശ്രീലകത്തേക്കു നോക്കി സഗദ്ഗതം നിന്നു മഞ്ജുള കാർവർണ്ണനം നേരം കണ്ടു കാണാത്ത പോലെയാ സാധ്വിയെ കണ്ണിറുക്കി ചിരിച്ചതും കണ്ടവൾ അച്യുത ഹരി ഗോവിന്ദ മാധവ കൃഷ്ണ ഗോപാല ശ്രീഹരി കേശവ എന്തിനീ വിധം ഏഴയാമെന്നോടു നീ കുസൃതികൾ കാട്ടുന്നിതേവിധം എന്നു ചോദിച്ചു തേങ്ങിക്കരഞ്ഞവൾ നിന്ന നേരത്തണയുന്നൊരന്തണൻ സന്ധ്യ നേരത്തിതേവിധം നിന്നു നീ എന്തു കുഞ്ഞെ കരയുവാൻ കാരണം. മഞ്ജുളയ്ക്കാത്മസാന്ത്വനമേകുവാൻ പൂന്താനത്തെ അയച്ചതോമച്യുതൻ കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന മഞ്ജുളാനന്ദകാര നമോ നമഃ. ശ്രീലകത്തുള്ള കണ്ണനാണീ വിശ്വം ആകെയും അല്ലാതില്ലൊന്നുമോർക്കണി ശ്രീലകത്തുള്ള കണ്ണനാണീ വിശ്വം ആകെയും അല്ലാതില്ലൊന്നുമോർക്കണി ആലതാ കാൺമു അതാ കാൺമു ആയതിൽ മാലമീ ചാർത്തുകായർവോ നിന്നറിഞ്ഞിടുവിൻ കണ്ണനെ കണ്ണാൽ കാണുന്ന പൂന്താനം ചൊന്ന കേട്ടവളാവട വൃക്ഷത്തിൽ കണ്ണനായുള്ള പൂമാല കൃഷ്ണനിന്നുള്ളിലോർത്തണി വിച്ചു ഹർഷാശ്രുവാൽ കണ്ണനായുള്ള പൂമാല കൃഷ്ണനിന്നുള്ളിലോർത്തണി വിച്ചു ഹർഷാശ്രുവാൽ അന്നു രാത്രി പുലർന്നു നിർമാല്യമായി ഭാരമെല്ലാം അഴിച്ചു പൂജാരിമാർ ഉല്ലഹാരം ഒന്നൊട്ടുമേ വാടാതെ ഉല്ലഹാരം ഒന്നൊട്ടുമേ വാടാതെ
കാൺമു കണ്ണന്റെ മാറി ഇന്ദ്രഭുതം ആലിൽ മഞ്ജുള ചാർത്തിയ മാല തന്മാറിലേറ്റുന്ന മായാമയൻ ഹരി മാറിൽ മഞ്ജുള ചാർത്തിയ മാല ആലിൽ മഞ്ജുള ചാർത്തിയ മാല തന്മാറിലേറ്റുന്ന മായാമയൻ ഹരി വായുമന്ദിരെ വാഴുന്ന കൃഷ്ണനെ മാനസത്തിൽ വസിക്കുവാൻ കൈതൊഴാം കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരി അച്യുതാനന്ദ ഗോവിന്ദ മാധവ മഞ്ജുളാനന്ദ നമോ നമഃ.